+1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ യുവജന സംഘടനകൾ. അപേക്ഷിച്ച മുഴുവൻ പേർക്കും പ്രവേശനം നൽകണം എന്നാവശ്യപ്പെട്ട് MSF പ്രവർത്തകർ മലപ്പുറത്ത് പ്രതിഷേധിച്ചു. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, എവിടെയായിരുന്നു പ്രതിഷേധം? ഇപ്പോൾ എന്താണ് സാഹചര്യം? വേണു, MSFന്റെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിൽ DD ഓഫീസിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രതിഷേധമായിട്ടില്ല, പൊടുന്നനെ ഉണ്ടായിരുന്ന പ്രതിഷേധമാണ്. നാമമാത്രമായിട്ടുള്ള പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതിഷേധത്തിന്റെ ആഴം വലിയ രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് MSFന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. പ്രത്യേകിച്ച് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ കുറെ നേരം അവർക്ക് ഈ ഓഫീസിൽ കുത്തിയിരുന്ന് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്നലെ തന്നെ ഈ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കനപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ മൂന്നാം ഘട്ട അലോട്ട്മെന്റും കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 32,410 വിദ്യാർത്ഥികൾക്കാണ് ഇനിയും അവസരം ലഭിക്കാത്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രതിഷേധം കനപ്പിക്കുമെന്ന് നേരത്തെ തന്നെ യുവജന സംഘടനകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ MSFന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിന് മുന്നിലാണ്. ഇവിടേക്ക് KSUവിന്റെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഇന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പോലീസ് ഇപ്പോൾ ഈ ഓഫീസിന് പരിസരത്തുണ്ട്. ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ ഇപ്പോൾ KSU പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. അതായത് പോലീസിനെ കബളിപ്പിച്ച് ഈ പ്രവർത്തകരൊക്കെ തന്നെ ഓഫീസിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയ രീതിയിലുള്ള പോലീസ് കാവൽ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇത്തരത്തിൽ ഈ പ്രവർത്തകർ ഓഫീസിനുള്ളിൽ നേരത്തെ കാലത്തെ കയറിക്കൂടി ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച പ്രതിഷേധ സമരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധം കനപ്പിക്കുമെന്ന് നേരത്തെ തന്നെ ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്ന് ഒരു പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് വിചാരിച്ചത് പ്രവർത്തകർ ആരും തന്നെ ഈ ഓഫീസിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പോലീസിനെ പോലും കബളിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇതിനുള്ളിൽ തമ്പടിക്കുകയും പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അപ്പോൾ പ്രതിഷേധം കൂടുതൽ കനക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിപ്പോൾ പൊടുന്നനെയുള്ള പ്രതിഷേധമാണ്. കാരണം ഈ പ്രവർത്തകർ ഇതിനുള്ളിൽ കയറി കൂടിയത് അറിയില്ല. കാരണം ഇവിടേക്ക് ഉള്ള പ്രവർത്തകരൊക്കെ തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ കയറ്റിവിട്ടിട്ടുണ്ടായിരുന്നത് ID കാർഡ് കാണിച്ചും അതുപോലെ തന്നെ അവരുടെ ജോലി കാർഡ് കാണിച്ചും ഒക്കെയാണ് ഇതിനുള്ളിലേക്ക് കടത്തിവിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ നേരത്തെ തന്നെ ഇതിനുള്ളിൽ കയറി കൂടിയ പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ ഈ DD ഓഫീസിനുള്ളിൽ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിനുള്ളിലേക്ക് കയറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും മറ്റു പ്രവർത്തകർ കൂടി ഇതിന് അകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അകത്തും കൂടുതൽ പ്രവർത്തകരുണ്ട് എന്നുള്ളത്. പോലീസ് ഇത്രയും അധികം കാവൽ പുറത്ത് നിന്നിട്ടും ഈ പ്രവർത്തകർ ഇതിനകത്ത് കയറി കൂടി പ്രതിഷേധം സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റു പ്രവർത്തകർ കൂടി കുറച്ച് പ്രവർത്തകർ കൂടി ഇതിനുള്ളിൽ നിന്ന് കുറച്ച് പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ഉപഡയറക്ടറുടെ ഓഫീസിന് മുൻപിലാണ്. കുറച്ച് മുൻപ് അല്പസമയം മുൻപ് MSFന്റെ നേതൃത്വത്തിലായിരുന്നു ഈ മലപ്പുറം കളക്ടറേറ്റിലെ DD ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് താൽക്കാലികമായിട്ട് പ്രവർത്തിക്കുന്ന ഓഫീസാണ്. ഇവിടെയാണ് KSUവിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും അതുപോലെ തന്നെയും KSUവിന്റെയും പ്രഖ്യാപിത സമരങ്ങൾ വരാനുണ്ട്. കളക്ടറേറ്റിലേക്ക് ബഹുജന മാർച്ചുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ നിലവിൽ ഈ ഫ്രട്ടേണിറ്റി മൂവ്മെന്റും അതുപോലെ തന്നെ KSUവിന്റെയും നേതൃത്വത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ നടക്കുന്ന ഈ സമരം നമ്മൾ എടുത്തു പറയേണ്ടത് പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത കാവലാണ് രാവിലെ മുതൽ ഈ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ കാവല് പോലും ഭേദിച്ച നേരത്തെ കാലത്തെ ഈ ഓഫീസിനുള്ളിൽ കയറി കൂടി ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് എത്തുന്ന സമയത്ത് ഇവിടെ ഒരു പ്രവർത്തകരുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഒരു പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പ്രവർത്തകർ ഇപ്പോഴും അതായത് ഈ പ്രതിഷേധവുമായിട്ട് ഇവിടെ തന്നെ നിലയുറപ്പിക്കുകയാണ്. ഈ ജീപ്പിലേക്ക് കയറാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളതാണ്. കാരണം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ലയാണ്. എന്നിട്ടും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചിട്ടില്ല. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 32,410 വിദ്യാർത്ഥികൾക്കാണ് ഇനി സീറ്റ് ലഭിക്കാനുള്ളത്. എന്നാൽ മെറിറ്റിൽ ആകെ അവശേഷിക്കുന്നത് 44 സീറ്റുകളാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള വിദ്യാർത്ഥികളെ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും ഈ വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധം കനപ്പിക്കാൻ ഈ വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മലപ്പുറത്ത് MSFന്റെയും ഒപ്പം തന്നെ ഈ KSUവിന്റെയും പ്രവർത്തകർ
സമരം കൂടുതൽ കനപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾ ഇപ്പോഴതാ മറ്റ് പ്രവർത്തകർ കൂടി മറ്റ് പ്രവർത്തകർ കൂടി. അപ്പം ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് പ്രവർത്തകർ വരുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാക്കി പ്രവർത്തകർ പല ഭാഗങ്ങളിൽ തമ്പടിക്കുകയും പോലീസിനെ കബളിപ്പിച്ച് ഇത്തരത്തിൽ ഈ ഓഫീസിനകത്ത് കയറുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള പോലീസ് കവൽ തുടക്കം മുതൽ തന്നെ ഈ ഓഫീസ് പരിസരത്ത് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഈ വിദ്യാർത്ഥി നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകർ പോലീസിനെ കബളിപ്പിച്ച് ഇതിനകത്ത് കയറുകയും പ്രതിഷേധം അവരെന്താണോ വിചാരിച്ചത് ആ പ്രതിഷേധം അവർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്ന വാർത്ത എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടുത്തെ KSUവിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും അതുപോലെ തന്നെ പിടിവലിയും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പോലീസ്, അതായത് MSFന്റെ പ്രതിഷേധം നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പോലീസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ KSUവിന്റെ സമരം നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് വിവരം ലഭിച്ചതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മറ്റ് പ്രവർത്തകർ കൂടി വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കാഴ്ചയാണ്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ശക്തമാണ്. ഇന്നും MSFന്റെ പ്രതിഷേധം അല്പം മുൻപ് നടന്നിരുന്നു. ഇപ്പോൾ KSU പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. മലപ്പുറം DDE ഓഫീസിലേക്കാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയായ KSUവിന്റെ പ്രതിഷേധം നടന്നത്. ഓഫീസിനകത്തുണ്ടായിരുന്ന പ്രവർത്തകരെ ബലമായി പോലീസ് പിടിച്ച് ജീപ്പിൽ കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഷഹദ് തുടരുന്നുണ്ട്. ഷഹദ്, ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റിയാലും KSUവിന്റെ പ്രതിഷേധം DD ഓഫീസിലേക്ക് എപ്പോഴാണ് നിശ്ചയിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ? ഷഹദിലേക്ക് വരാം. വിവരങ്ങൾ നൽകാൻ ഷഹദ് അല്പസമയത്തിനകം ചേരും. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ KSU പ്രവർത്തകരെ പോലീസ് ബലമായി പിടിച്ചുകൊണ്ട് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ്. മലപ്പുറം DDE ഓഫീസിലേക്കാണ് KSUവിന്റെ പ്രതിഷേധ മാർച്ച് നടന്നത്. +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. MSFന്റെ പ്രതിഷേധം നേരത്തെ നടന്നു. ഉദ്യോഗസ്ഥരെ പൂട്ടിയിട്ടുകൊണ്ടായിരുന്നു MSF പ്രവർത്തകരുടെ പ്രതിഷേധം. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് MSF പ്രവർത്തകർ നേരത്തെ തന്നെ അവിടെ എത്തുകയും ഉദ്യോഗസ്ഥരെ പൂട്ടിയിടുകയുമായിരുന്നു. പിന്നീട് പോലീസ് എത്തി പ്രവർത്തകരെ ബലമായി അവിടെ നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു. തൊട്ടു പിന്നാലെ KSUവിന്റെ പ്രതിഷേധവും നടന്നു. DDE ഓഫീസിലേക്കാണ് KSUവിന്റെ പ്രതിഷേധം നടന്നത്. KSUവിന്റെ ഏതാനും പ്രവർത്തകർ നേരത്തെ തന്നെ ഓഫീസിനകത്തുണ്ടായിരുന്നു. അവരെ ഇപ്പോൾ പോലീസ് ബലമായി പിടിച്ച് കസ്റ്റഡിയിലെടുത്ത് ജീപ്പിലേക്ക് മാറ്റുകയാണ്. ഷഹദ് ചേരുന്നുണ്ട്. ഷഹദ്, ഈ ഏതാനും പ്രവർത്തകരെ അവിടെ നിന്ന് കൊണ്ടുപോയാലും KSUവിന്റെ മാർച്ച് എപ്പോഴാണ്? എന്താണ് അതിന്റെ വിവരങ്ങൾ? ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടെ പോകാം. അപ്പോഴേക്കും ഷഹദ് റഹ്മാൻ പുതിയ വിവരങ്ങളുമായി ചേരും. മലപ്പുറത്ത് ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. DDE ഓഫീസിലേക്ക് ഇരച്ചു കയറിയ KSU പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ജീപ്പിലേക്ക് മാറ്റി.